നമസ്കാരം. വീണ്ടും കേരളത്തെ നടുക്കിക്കൊണ്ട് മറ്റൊരു കൊലപാതക വാർത്ത കൂടി പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം കൊല്ലം ഉളിയക്കോവിലാണ് ഈ ഒരു സംഭവം നാടിനെ നടുക്കിക്കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. 22 വയസ്സ് മാത്രമുള്ള ഫെബിൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി മറ്റൊരു ഇതേ പ്രായമുള്ള 22-23 വയസ്സ് പ്രായമുള്ള തേജസ് എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. പെട്ടെന്ന് വീട്ടിലോട്ട് കയറി ചെന്ന് കൊലപ്പെടുത്തുന്നു. അതിനിടയിൽ രക്ഷിക്കാൻ ശ്രമിച്ച അച്ഛനും പരിക്ക് പറ്റുന്നുണ്ട്. പിന്നെ അല്പം മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ പറയുന്ന പ്രതിയായിട്ടുള്ള തേജസ് ഒരു ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നിലവിൽ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനത്തിൽ പോലീസ് എത്തുമ്പോൾ പറയുന്നത് പ്രണയ പകയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നാണ്. ഏതായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊലപ്പെടുത്തുന്നു, ആത്മഹത്യ ചെയ്യുന്നു. നമ്മൾ ഈ ജനുവരി മുതൽ തന്നെ നോക്കി 2025 ജനുവരി മുതൽ തന്നെ നോക്കുകയാണെങ്കിൽ കൊലപാതകം, അതായത് വെട്ടിക്കൊല്ലുന്നു, അതുപോലെ തന്നെ തലയ്ക്ക് അടിച്ചു കൊല്ലുന്നു, ഈ മക്കളും ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുന്നു, ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു, അത്തരം വാർത്തകളൊക്കെ നമ്മൾ കേട്ടു. ഈ എല്ലാ വാർത്തയും ഒരുമിച്ച് വരുന്ന പോലെയാണ് ഇവിടെ കാണുന്നത്. അതായത് കുത്തിക്കൊല്ലതിന് ശേഷം, ഏറ്റവും അടുത്ത സുഹൃത്തിനെ കുത്തിക്കൊന്നതിന് ശേഷം ട്രെയിനിൽ ചാടി മരിക്കുന്നു, കൈഞ്ഞരം മുറിച്ച് ട്രെയിനിൽ ചാടി മരിക്കുകയാണ്. അതായത് രണ്ട് സംഭവങ്ങൾ, നമ്മുടെ നാട്ടിൽ നടക്കിയ രണ്ട് സംഭവങ്ങൾ, വാർത്തയായ രണ്ട് സംഭവങ്ങളാണ് ഇവിടെ ഒന്നിക്കുന്നത്. പ്രണയപ്പക എന്നുള്ളത് നമ്മൾ കുറെ കാലങ്ങളായി കേൾക്കുന്നുണ്ട്. പക്ഷെ ആ രീതി എന്ന് പറയുന്നത് അഫാൻ ചെയ്തതുപോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയും അടുത്ത ബന്ധുക്കളെയും കൊന്നതുപോലെ ഇവിടെ ഒരു കത്തി ഉപയോഗിച്ച് കൊല്ലുന്നു. അതിനുശേഷം നമ്മുടെ കോട്ടയത്തെ ഏറ്റുമാനൂരിൽ അമ്മ രണ്ട് മക്കളും ഒന്നിച്ച് ട്രെയിനിന് മുന്നിൽ ചാടിയതുപോലെ ഇവിടെ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഓരോ ക്രൈമും എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ അത് ബാധിക്കുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതിന്റെ കൂടി ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് എനിക്ക് ഇതിനെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇനി ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് എന്തിനാണ് ഏതിനാണ് നമുക്ക് നിഗമനത്തിലെത്താനേ, അല്ലെങ്കിൽ ഒരു സംശയം നമുക്ക് പ്രകടിപ്പിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം കൊലപാതകയും ഇരയും ഒക്കെ തന്നെ മരണപ്പെട്ടിരുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഏറ്റവും ഒടുവിലായി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 22 വയസ്സുകാരനായിട്ടുള്ള തേജസും അതുപോലെ തന്നെ ഈ ഫെബിന്റെയും സഹോദരി, ഇവർ രണ്ടും ഒരുമിച്ചാണ് എഞ്ചിനീയറിംഗിൽ പഠിച്ചത്. ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിക്കുകയും സ്നേഹബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ ഒരുമിച്ച് ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വീട്ടുകാർ തമ്മിൽ സംസാരിക്കുന്നു. ഒപ്പം അതുപോലെ തന്നെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്യുന്നു. വാക്കാൽ മാത്രം ഉറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇവർ ബാങ്ക് കോച്ചിങ്ങിന് പോകുമ്പോൾ ബാങ്ക് ടെസ്റ്റ് എഴുതി ആ പെൺകുട്ടിക്ക് ബാങ്കിൽ നിയമനം ലഭിക്കുകയാണ്. ഫെഡറൽ ബാങ്കിൽ ജോലി ലഭിക്കുകയാണ്. കോഴിക്കോട്ടെ ഫെഡറൽ ബാങ്കിൽ ജോലി ലഭിക്കുകയാണ്. ഇവിടെ ഈ തേജസിന് ബാങ്ക് ടെസ്റ്റ് എഴുതിയപ്പോൾ അതിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. തിരിച്ച് അവൻ പോലീസ് അക്കാഡമിയിൽ ചേരുകയും അല്ലെങ്കിൽ പോലീസ് ട്രെയിനിങ്ങിന് പോവുകയും ഒക്കെ ചെയ്തു. കാര്യക്ഷമത പരീക്ഷ അവന് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ആ ഘട്ടത്തിലാണ്, അതായത് അച്ഛൻ പോലീസാണ്, തേജസിന്റെ അച്ഛനും ഒരു പോലീസാണ്. അതുകൊണ്ട് അച്ഛന്റെ വഴിയെ കാക്കിയിട്ട് പോകണമെന്നായിരുന്നു മകന്റെയും ആഗ്രഹം. പക്ഷെ അതിനും മകന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പരീക്ഷയിൽ പിന്നോട്ട് വലിഞ്ഞപ്പോൾ, തോറ്റ രീതിയിൽ വന്നപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുണ്ടാകുന്ന ക്ലാഷ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ്. പക്ഷേ ഏറ്റവും സ്നേഹിച്ച ഒരു പുരുഷന് പരീക്ഷയിൽ അല്ലെങ്കിൽ ആദ്യം ചെയ്ത ഒരു ട്രയൽ വിജയിക്കാതെ പോകുമ്പോൾ ഒരു പെണ്ണ് അങ്ങനെ വിട്ടിട്ട് പോകുമോ എന്നുള്ളത് നമ്മൾ സാധാരണ ചിന്തിക്കുന്നവർക്ക് ഇല്ല. കൂടെ നിന്ന് വീണ്ടും പിന്തുണ കൊടുത്തുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്യൂ എന്ന് പറയുന്ന പെൺകുട്ടികളാണുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത പല പേരും നമ്മുടെ ചുറ്റുമുണ്ട് ഉണ്ട്. പക്ഷെ എന്തായാലും എന്താണ് ഇവിടുത്തെ കേസ് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇവരുടെ പ്രണയബന്ധം തകരുകയാണ്. വേണ്ട എന്ന് വെക്കുന്നു. എന്നാൽ ഇവൻ പിന്നാലെ നടക്കുന്നു, വീണ്ടും പറയുന്നു വേണ്ട. അങ്ങനെ ഇവന്റെ ശല്യം നിരന്തരം സഹിക്കവയ്യാതെ കുടുംബാംഗങ്ങളോടൊപ്പം പറയുമ്പോൾ കുടുംബാംഗങ്ങൾ തന്നെ ഇടപെട്ട് പറയുകയാണ്, വേണ്ട, നീ അതിൽ നിന്ന് പിന്മാറൂ, അവൾക്ക് വേണ്ട എന്നല്ലേ പറയുന്നത്, പിന്നെ എന്തിനാണ് നീ വീണ്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് പറയുന്നു. അങ്ങനെ ഈ തേജസിന്റെ വീട്ടുകാരും തേജസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ മെന്റലി ഈ തേജസ് തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മാനസികപരമായി വലിയ രീതിയിൽ തകർന്നപ്പോൾ കൗൺസിലിംഗിൽ അടക്കം തേജസിന്റെ മാതാപിതാക്കൾ തേജസിനെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. കൗൺസിലിംഗിന് വിധേയമാക്കി എന്നാണ് പറയുന്നത്. അതിനുശേഷം വീണ്ടും തിരിച്ചു വന്ന തേജസ് ഇതിൽ നിന്നൊക്കെ തന്നെ വിട്ടുപോയി എന്ന് അറിഞ്ഞെങ്കിലും തിരിച്ച് നാട്ടിലേക്ക്, അതായത് കോഴിക്കോടേക്ക്, ഈ കൊല്ലത്തെ വീട്ടിലേക്ക് ഈ പെൺകുട്ടി വന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് കൊല്ലത്തെ വീട്ടിലേക്കാണ് വന്നതെന്നാണ് പറയുന്നത്. വീട്ടിൽ വന്നപ്പോൾ തന്നെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് വന്നത്. അതായത്
ഈ പെട്രോൾ ക്യാനുമായിട്ടാണ് വന്നതെന്ന് പറയുന്നത്. പെട്രോൾ ക്യാൻ ഒഴിച്ച് അവളെ കൊന്നതിന് ശേഷം താനും മരിക്കാൻ തന്നെയാണ് തയ്യാറായാണ് വന്നതെന്ന് പറയുന്നു. രണ്ട് വാർത്തകളായിട്ട് വരുന്നു, അതായത് രണ്ട് രീതിയിൽ വരികയാണ്. ഒന്നിൽ പറഞ്ഞില്ലേ, ഒരിക്കൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീട്ടിൽ ഫെബിന്റെ വീട്ടിൽ പേരയ്ക്ക് കഴിച്ചുകൊണ്ട് ഫെബിൻ ഇരിക്കുകയായിരുന്നു. അച്ഛൻ അടുത്തുണ്ടായിരുന്നു, അമ്മ അടുക്കളയിലായിരുന്നു. കോണിംഗ് ബെൽ ആദ്യം അടിക്കുന്നു. കയറി വന്നപ്പോൾ തന്നെ അച്ഛനെ കുത്തുന്നു എന്നാണ്, അച്ഛനെ ആക്രമിക്കുന്നു എന്നാണ് പറയുന്നത്. പെട്രോൾ ഒഴിക്കാൻ നേരം തീ കത്തിക്കാൻ നോക്കിയപ്പോൾ അതിന് ഫെബിൻ തടയിട്ടു എന്ന് പറയുന്നു. അങ്ങനെ ഫെബിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന, പേരയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്ന ഫെബിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചാണ് ഫെബിന്റെ വാരിയിലും ഹൃദയത്തിലും കഴുത്തിലും കയ്യിലും ഒക്കെ തന്നെ മൃഗീയമായുള്ള ഈ കുത്തി പരിക്കുകൾ നൽകിക്കൊണ്ട് മാറിയത്. ഈ ഘട്ടത്തിൽ ഇവൻ ഫെബിൻ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അതിന്റെയൊക്കെ തന്നെ CCTV ദൃശ്യങ്ങളുണ്ട്. ഒരു 100 മീറ്റർ കൂട്ടക്കൊലപാതകം തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് വന്നത്. ആ സമയത്ത് ചിലപ്പോ അമ്മയോ ഈ പറയുന്ന പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാരെയും കൂടെ കൊലപ്പെടുത്താനുള്ള ലക്ഷ്യമായിട്ടാണ് വന്നിരുന്നത്. തീർച്ചയായിട്ടും. അങ്ങനെ ഇവൻ ഓടി മുന്നോട്ട് പോയി 100 മീറ്റർ മാത്രം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വീണ് പോവാണ്. കാരണം അത്രയും മാരകമായ പരിക്കായിരുന്നു, അത്രയും ആഴത്തിലുള്ള പരിക്കായിരുന്നു എന്നുള്ളത്. അത് ഹൃദയത്തിന്റെ 2 ഭാഗത്തും മുറിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. CCTV ദൃശ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിലത്ത് വീഴുന്നതും ആളുകൾ ഓടിക്കൂടുകയാണ്. അതായത് വീട്ടിലെ അടുത്തുള്ള ആളുകൾ ഈ നിലവിളി കേട്ട് ഓടിക്കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് CCTV ദൃശ്യത്തിലടക്കം. അപ്പോൾ ഈ അമ്മ ഉണ്ട്. അമ്മ പറയുന്നത് അവനൊരു പർദ്ദ ധരിച്ചാണ് എത്തിയത് എന്ന് പറയുന്നു. തേജസ്സിനെ ഇവർക്കൊക്കെ അറിയാം, പക്ഷേ പെട്ടെന്ന് ഒരു പർദ്ദ ധരിച്ച് മനസ്സിലായില്ല ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലായി. പക്ഷെ അമ്മ പറയുന്ന ഒരു വെളുത്ത മുഖമുള്ളയാണ്, വെളുത്ത നിറത്തിലുള്ള ഒരു പയ്യനാണ് വന്നത് എന്ന് പറയുന്നു. കുത്തിയപ്പോൾ തന്നെ അപ്പോൾ അമ്മ കരുതിയത് ഈ ഫെബിന് മാത്രമാണ് കുത്തേറ്റത് എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് നോക്കിയപ്പോൾ ഫെബിന്റെ പിതാവിനും കുത്തേറ്റു എന്ന് അദ്ദേഹം പറയുകയാണ്, ആക്രമിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം ഇവരൊക്കെ തന്നെ ആശുപത്രിയിൽ പെട്ടെന്നൊരു ഓട്ടോ പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഫെബിനെ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ തന്നെ തക്ഷണം തന്നെ ഫെബിൻ മരിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ ഈ പറയുന്ന നാട്ടുകാർ ഓടിക്കൂടിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലെങ്കിൽ ഈ ഫെബിൻ ഈ പറയുന്ന പോലെ പുറത്തേക്ക് ഓടിയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ അഫാന്റെ കേസിലൊക്കെ പറഞ്ഞതുപോലെ അയൽക്കാരൊന്നും അറിഞ്ഞിരുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ വീട്ടിലുള്ള എല്ലാവരും കൊല ചെയ്യപ്പെട്ടേനെ. മാത്രമല്ല 200 മീറ്റർ അപ്പുറത്തേക്കാണ് ഈ തേജസിന്റെ കാർ തേജസ് പാർക്ക് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. തേജസ് എന്നിട്ട് ഈ ഒരു സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ഓടി ആ കാറിൽ കയറുന്നു. കാറിൽ കയറിയതിനു ശേഷം കാറ് വളച്ചെടുക്കുമ്പോൾ, ആ ധൃതിയിൽ കാറ് വളച്ചെടുക്കുമ്പോൾ കാറ് ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ തട്ടുന്നു. അങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ ഭാഗത്തുള്ള ആൾക്കാർ ആരും ഇതിനെ കുറിച്ച് അറിയുന്നില്ലല്ലോ. അപ്പൊ ആരോ വന്ന് എന്തൊക്കെ വന്ന് ഈ കാർ ഓടിക്കാൻ അറിയാത്ത ആരോ വന്ന് പോകുന്നതെന്നാണ് അവർ വിചാരിച്ചത്. ഈ ഒരു കൊലപാതകം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മണിക്കൂറിന്റെ വ്യത്യാസത്തിലാണ് അവിടെ തന്നെ തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ ഒരു ബോഡി കണ്ടെത്തി എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. സത്യത്തിൽ ഈ 2 കേസുമായി ഇതിന് ബന്ധമുണ്ടെന്ന് ആദ്യം പോലീസ് കരുതിയില്ല. എന്നാൽ പിന്നീട് കിട്ടിയ തെളിവുകൾ, അതായത് അടുത്തു നിന്നും ഈ ട്രാക്കിന്റെ സമീപത്ത് നിന്നും ഒരു വാഹനം കിട്ടുന്നുണ്ട്, വെള്ള മാരുതി കാർ കിട്ടുന്നുണ്ട്. അതിനകത്ത് നിറയെ രക്തപ്പാടുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ കത്തിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതായത് സ്വന്തം കൈഞ്ഞരവ് മുറിച്ചതിന് ശേഷമാണ് ട്രെയിന് മുന്നിലേക്ക് ചാടാനായി ഈ ഫെബിൻ എത്തിയത്, ഈ തേജസ് എത്തിയത് എന്നുള്ളതാണ്. ഫെബിൻ വളരെ മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥിയാണ്, BCom വിദ്യാർത്ഥിയാണ്. ഈ കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കൂടി, സെക്കൻഡ് BCom വിദ്യാർത്ഥി കൂടിയാണ് ഫെബിൻ. മാത്രല്ല എനിക്ക് തോന്നുന്നു ഇവിടെയും ഈ തേജസ് എന്ന് പറയുന്ന കുട്ടിയും അല്ലെങ്കിൽ അവന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഈ പറയുന്ന പോലെ പരീക്ഷകളും ജോലിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരും. പക്ഷെ ഏതൊരു ഘട്ടത്തിൽ തോറ്റു പോവുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രണയം ഉപേക്ഷിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും പ്രാഥമികമായിട്ട് വരുന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മാത്രമാണ് പറയാൻ സാധിക്കുന്നത്. കാരണം ഞാനിവിടെ പറയാൻ കാരണം ഒരുപാട് ആളുകൾ മറ്റേ കഞ്ചാവും അതുപോലെ തന്നെ മയക്കുമരുന്ന് അടിമയായിട്ട് ഓരോ കൊലപാതകങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഇപ്പോൾ ഈ തേജസിന്റെ കാര്യത്തിൽ വരുന്നുണ്ടോ എന്നുള്ളത് കൂടി ഒരു പക്ഷേ പരിശോധിക്കാം, ശേഷം നമുക്ക് പറയാം. അതെ. ഏതായാലും ഇപ്പോൾ വളരെ നടുക്കൊരു കൊലപാതകം എന്നേ പറയാൻ സാധിക്കുള്ളൂ അല്ലെ. ഈ ഒരു ഫെബിൻ എനിക്ക് തോന്നുന്നു അവനും മരിക്കാൻ വേണ്ടി തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. അതായത് ഇപ്പൊ അവരെ തേജസ് അതായത് ഇവരെ കൊലപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ മരിക്കാം, അതുകൊണ്ടായിരിക്കാം ഈ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫെബിന്റെ മാതാപിതാക്കളെ നോക്കിയിരുന്നു. കാരണം അച്ഛൻ പോലീസാണ്, അച്ഛന് നാണക്കേടുണ്ടാക്കാൻ പാടില്ല, അമ്മയുണ്ട്, അമ്മയ്ക്ക് നാണക്കേടുണ്ടാക്കാൻ പാടില്ല. പിന്നെ മാത്രമല്ല വീണ്ടും ഒരു തെളിവെടുപ്പിനായി അവളുടെ മുന്നിലേക്ക്, അതായത് കമുകിയുടെ മുന്നിലേക്ക് വരുന്നതൊന്നും തന്നെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കൊന്നതിന് ശേഷം ആത്മഹത്യ എന്ന് തീരുമാനിച്ചുറച്ച് ഇറങ്ങിയതായിരുന്നു.
പലവട്ടമാണ് സഹോദരിയെ ഇങ്ങനെ ശല്യപ്പെടുന്നത്. ആദ്യമൊക്കെ തന്നെ നല്ലൊരു ഒരു ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ ഇവര്. ഫാമിലി ഫ്രണ്ട്സ് ആയതിനു ശേഷമാണ് ഇവർ തമ്മിൽ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത്, ഒരുമിച്ച് പഠിക്കുന്നത്, ബാങ്ക് കോച്ചിങ്ങിന് ഒരുമിച്ച് പോവുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഈ അച്ഛൻ ഒരിക്കൽ വിലക്കിയിരുന്നു, സഹോദരൻ ഒരിക്കൽ വിലക്കിയിരുന്നു, ഈ പേരും പറഞ്ഞ പല രീതിയിലാണ് ഇവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നത്. ഈ ഒരു വാർത്ത ആദ്യം വന്നപ്പോൾ ഫെബിന്റെ സഹോദരി എന്ന് പറയുന്നത് നേരെ സഹോദരിയല്ല, ഫെബിന്റെ ബന്ധുക്കളുടെ ഒരു ഏറ്റവും അടുത്ത ബന്ധുവിന്റെ സഹോദരിയെ ആണ് കൊന്നത് കൊല്ലാൻ വേണ്ടിയാണ് ശ്രമിച്ചെന്നുള്ള വാർത്തയൊക്കെയാണ് വരുന്നത്. കാരണം മരിച്ചയാളും കൊന്നയാളും അതായത് ചെയ്തയാളും ഒക്കെ മരിച്ചല്ലോ, അതുകൊണ്ട് നമുക്ക് വ്യക്തമായ വാർത്തകൾ അല്ലെങ്കിൽ വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരു പരിധിവരെ പോലീസിന്റെ നിഗമനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഒരുപാട് ഈ പ്രണയ കൊലപാതക വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മൾ പറയുന്നതാണ്, ഈ പറയുന്നത് നമ്മൾ ഇഷ്ടമാണെന്ന് അവര് പറയുമ്പോൾ അത് നമ്മൾ സന്തോഷിക്കുന്നു അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരാൾക്ക് ഒരു പ്രണയബന്ധത്തിൽ നിന്ന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വയം ഇറങ്ങി പോവുകയാണെങ്കിൽ അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതായത് ഈ നോയെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളത് പലപ്പോഴും പല ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മൾ പറയുന്നതാണ്. പക്ഷെ ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഉണ്ട് ഇത്തരത്തിൽ താൻ സ്നേഹിക്കുന്നവരിൽ നിന്നൊരു നോ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ ഇത്തരത്തിൽ അതൊരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്യാനുള്ള രീതിയിൽ ഇവിടെ ഒരു പക്ഷെ ആ പെൺകുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ആ പെൺകുട്ടിയെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരിക്കാം വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ കുടുംബം, ഈ ഫെബിനെയും അതുപോലെ തന്നെ അവരുടെ അച്ഛനെയും ആ ഒരു കുടുംബത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരിക്കാം വന്നിട്ടുണ്ടാവുക. ഏതായാലും ഇപ്പോൾ തേജസ് മരിച്ചു കഴിഞ്ഞു. തേജസ് എന്തായിരുന്നു ഇനി കാര്യങ്ങൾ പദ്ധതി ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇനി പറയാനായിട്ട് സാധിക്കില്ല. ഇനി പക്ഷെ വിശദമായിട്ടുള്ള പരിശോധനയിൽ ഈ പറയുന്ന തേജസിന്റെ മുറിയും മറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പരിശോധിച്ചാൽ മാത്രമായിരിക്കും ഇനി വലിയൊരു കൂട്ടക്കൊലപാതകം തന്നെയാണോ ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. ഏതായാലും ഇപ്പോൾ വരുന്ന വാർത്ത ഇത് മാത്രമാണ്. ഏതായാലും പോലീസും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. അതുപോലെ തന്നെ കൂടുതൽ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇനിയും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറിൽ പുറത്തു വരും. ഏതായാലും വളരെ നടുക്കിയ ഒരു വാർത്ത തന്നെയാണ്. നിലവിൽ പ്രണയപ്പക തന്നെയാണ് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയും കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ വരുമോ എന്നുള്ളതും നമുക്ക് നോക്കിക്കാണാം.